I would like to introduce my husband, Mr. Muhammad Munir Abdul Latif. ഏതാ അമ്മാവ ഈ ഉണ്ടമാക്രികള് ചേട്ടാ ഇതുവരെ കിട്ടിയൊന്നും പോരായിരിക്കും. He's a singer too. देखो he is perfectly all right. ചേട്ടന് കറക്റ്റ് മാച്ചാ. He's working in Australia. He's a New Zealand citizen. His origin from Malaysia. നോട്ട് കാണുമ്പോ മനുഷ്യർക്ക് വരുന്ന ഓരോ മാറ്റങ്ങൾ. എന്നിട്ട് ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാന പാടും. So there's nothing wrong with the acting a movie something, but it's a career. It's one of the career. She can continue doing that. സാർ ജീവിക്കാൻ മാർഗമില്ല, പട്ടിണിയാണ്, വാടകയും കൊടുക്കണം, 50,000 രൂപ തരുമോ, ചെട്ടിയാർക്കും കൊടുക്കാനുണ്ട്. So glamour is something else. So it's up to her, like auntie's character. She can continue doing that, you know. So that's an entertainment for everyone. അധ്വാനിക്കണം, രണ്ടുപേർക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ. എന്നാലും ഇതൊരു കടുങ്കൈ തന്നെ. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനല്ലേ ഇവരിട്ട് പന്താടുന്നത്. So there's nothing wrong with the acting a movie something, but it's a career. It's one of the career. She can continue doing that. എനിക്ക് പിന്നെ ദണ്ഡമില്ലാണ്ടിരിക്കോ? ഈ നാട്ടിൽ കാശുണ്ടെങ്കിൽ എന്ത് നടക്കും? ഞാൻ വരട്ടെ. ശരിയാ, ആയിക്കോട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിതാശങ്ങളും ഇല്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. So that's an entertainment for everyone. So there's no any stopping on the career, but she can change as a different attitude or any other artist, different character, like a auntie's character. ഏതുവരെ പഠിച്ചു? ഇതിന് വലിയ MBA MBBS ഒന്നും വേണ്ട, പ്രാക്ടിക്കൽ നോളജ് മതിയിടോ. അല്ല, വേണ്ടിയിട്ടല്ല, എന്നാലും നമ്മുടെ ഇപ്പത്തെ ചുറ്റുപാടില് ഇങ്ങനെ വല്ലതും ചിന്തിക്കുകയല്ലേ വഴിയുള്ളൂ. ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. ആരാണ് അങ്ങനെ പറഞ്ഞത്? മുകേഷ്. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഫ്രോഡായിട്ട് നടന്നാ പോരാ, പണി പഠിക്കണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ ജാഫർ എന്നെ കലാഭവൻ മണിക്ക് കൊണ്ട് കൂട്ടി കൊടുത്തു. എന്തായാലും അയാൾ തരാതിരിക്കില്ല. തരുവോ? അയാളെ കണ്ടാൽ അറിഞ്ഞൂടെ നല്ല മനുഷ്യനാണെന്ന്? തീർച്ചയായിട്ടും തരും. ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചു. തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു. കുര്യച്ചന് എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് കരുതുകയരുത്. എത്ര കാലം കഴിഞ്ഞാ മരിക്കാന്നറിയില്ലല്ലോ, അതുവരെ ജീവിച്ചു പോകണം. എന്താ ഒരു ശബ്ദം കേട്ടത്? ഒന്നുമില്ല, ശബ്ദം കേൾക്കും. വെറുതെ ഒരു അടി കിട്ടിയതാ. വെറുതെ ഒരു അടി കിട്ടുമോ? വെറുതെ ഒരു അടി കിട്ടി.